ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം ആട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് ആയിരുന്നേ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്ന ഒരുപാട് കമൻറ്റും ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് അതിൻ്റെ ലോങ് വീഡിയോ അങ്ങ് ചെയ്യാന്ന് കേട്ടോ. നമ്മൾ മാങ്ങ എടുത്തു, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ഇപ്പം മാങ്ങാ സീസണൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മാങ്ങ നന്നായി വൃത്തിയാക്കി ഇതുപോലെ കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ശേഷം മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം കേട്ടോ. ഒരുപാട് മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്താൽ മതി കേട്ടോ. ഈ പഞ്ചസാര അലിഞ്ഞ് ഇതേപോലെ ലായനിയായി വരുന്നവിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ശേഷം വീണ്ടും ഒരു ഫ്രൈ പാൻ വെക്കാം. ഒരു സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മാങ്ങ മാറ്റി വെക്കണം കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി. ഇതേപോലെ കുറച്ച് മാങ്ങ ആദ്യമേ അരിഞ്ഞ സമയത്ത് മാറ്റി വെക്കണം കേട്ടോ. ആ മാങ്ങ ആ പഞ്ചസാരയിലിട്ട് ഇതുപോലൊന്ന് സെറ്റാക്കി അതും ഒന്ന് ആ പഞ്ചസാര മാങ്ങയിലേക്ക് പിടിച്ചു വരുന്ന ഇടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നന്നായിട്ട് ഇനി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. റെഡിയായി കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം. ഇതുപോലെ നന്നായിട്ട് നല്ലപോലെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചാലും ഇതേപോലെ സെറ്റായി കിട്ടും. ഈ ഒരു പരുവ് എത്തുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്കോ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാ കേട്ടോ. നമ്മൾ ആവശ്യത്തിൽ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവരെ 3 പേരെയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനാട്ടോ. ഐസ്ക്രീം തിന്നുമ്പം മാങ്ങയുടെ ഒരു ഇത് വേണ്ടേ, അതിനു വേണ്ടിയാണ് നമ്മളത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി സെറ്റായി വന്നതാ നമ്മുടെ ഐസ്ക്രീം തണുക്കാനായിട്ട് ഒരു ബൗളിലേക്കോ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്കോ മാറ്റി സെറ്റാക്കി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നേ. ശരിക്കും ഞാൻ പോലും ഞെട്ടിപ്പോയെന്നേ, ഇത്ര സെറ്റായി വന്നപ്പം. അടിപൊളിയായെന്നേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ തയ്യാറാക്കി ഇത് കഴിച്ച് എല്ലാവരും അടിപൊളി അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ. നിങ്ങൾക്കും അതുപോലത്തെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാന്നേ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.